തിരുവനന്തപുരം മാനവീയം വേദിയിൽ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ശിശുദിന ആഘോഷവും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു നെറ്റ് ലൈഫ് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിശിഷ്ട അതിഥികൾ സാമൂഹ്യ പ്രവർത്തകർ മെമന്റോ നൽകി ആദരിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഒരുപാട് തിരക്കുകളിൽ നിന്ന് നമ്മളുടെ ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നുണ്ട്. ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ മാഡത്തെ വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറെ സന്തോഷത്തോടെയാണ് ഈ നിമിഷം ഞാൻ ഓർക്കുന്നത്. നമ്മുടെ എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായി ആദ്യം തന്നെ നമ്മുടെ ബിന്ദു മിനിസ്റ്റർ എത്തിയതിൽ അതിയായ സന്തോഷം സ്വാഗതം അർപ്പിക്കുന്നു. എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നമ്മുടെ ഷീജ ബീഗം സബ് കളക്ടർ മേഡമാണ്. മേഡവും ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. മേഡത്തിനും ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെളുപ്പിൽ രാമേശ്വര സാറ് എല്ലാ പരിപാടിക്കും നമുക്കിപ്പോൾ ഒരുപോലെ നിൽക്കുന്ന സാറിനും ആശംസ അറിയിക്കുന്നു. ബാക്കി ഫൈസൽ സാറ് ദിനേശ് സാർ എല്ലാവരും എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജവഹർ ബാലഭവന്റെ സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനും സ്വാഗതം പറയുന്നു. അപ്പോൾ മാഡത്തിന് പോകാൻ അത്യാവശ്യമുണ്ട് മിനിസ്റ്റർ. അപ്പോൾ 2 വാക്ക് പറയാനായിട്ട് വേദിയിലോട്ട് മാഡത്തിനെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷ, സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീമതി ശ്രീലേഖ സജികുമാർ, മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്ന വട്ടിയൂർക്കാവ് MLA ബഹുമാന്യനായ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, ബഹുമാന്യനായ മുഖ്യ പ്രഭാഷകൻ ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ, ശ്രീമതി ഷീജ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ, രക്ഷിതാക്കളെ, മറ്റ് സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന ഈ വേളയിൽ ശിശുദിനമായ നവംബർ 14 നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് വേണ്ടി ഒരു വിശേഷപ്പെട്ട പരിപാടി സംവിധാനം ചെയ്ത സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ എല്ലാ കുട്ടികളും പുഞ്ചിരിയോടെ എല്ലാവിധ അവകാശങ്ങളോടും കൂടി വളർന്നു വലുതാകണമെന്ന് അഭിലഷിച്ച വ്യക്തിയായിരുന്നു. കുഞ്ഞുങ്ങളോടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ അതിയായ സ്നേഹത്തെ മുൻനിർത്തിയാണ് ചാച്ച എന്ന് വാത്സല്യപൂർവ്വം ഇന്ത്യക്കാർ വിളിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പിറന്നാൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതനുസരിച്ച് നമ്മുടെ ഭിന്നശേഷി മക്കൾക്കും അക്ഷരത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസ മേഖലയിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിനുള്ള അവകാശം കേരളത്തിൽ നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഉദ്ഗ്രഥിതമായിട്ടുള്ള വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ആശയം പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് ഭിന്നശേഷി മക്കൾക്ക് സവിശേഷമായിട്ടുള്ള പഠനാന്തരീക്ഷം ഒരുക്കുകയും സ്കൂളിൽ വന്ന് പഠിക്കാൻ കഴിയാത്ത നിലയിലുള്ള കുട്ടികൾക്ക് വെർച്വൽ ക്ലാസ് റൂമുകളിലൂടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്ന നിലയിലുള്ള സംവിധാനം പോലും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. നമ്മുടെ ബഡ് സ്കൂളുകളും സ്പെഷ്യൽ സ്കൂളുകളുമെല്ലാം ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളെ മുൻനിർത്തി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സ്കില്ല് നൽകുന്നതിന്, വൈദഗ്ധ്യ പോഷണത്തിനും എന്തെങ്കിലും വരുമാനം ലഭിക്കാവുന്ന തൊഴിലിലേക്ക് പോകാനുമൊക്കെ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികളും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും മറ്റും ആഭിമുഖ്യത്തിൽ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യ വകുപ്പും ഇതര വകുപ്പുകളെല്ലാം തന്നെ ഇന്ന്
ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയെ മുൻനിർത്തി അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തുടങ്ങി വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും കുട്ടികളുടെ വെല്ലുവിളികൾ, അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും പരിമിതികളും അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കിയും മറ്റ് പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പാക്കിയുമൊക്കെ ഭിന്നശേഷി മക്കളോടൊപ്പം നിൽക്കുന്നുണ്ട്. അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം, തീവ്ര ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും അവരോടൊപ്പം തുടരേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ഏറ്റവും പുതിയ പ്രൊജക്റ്റ് അസിസ്റ്റീവ് വില്ലേജസ് അഥവാ പുനരധിവാസ ഗ്രാമം എന്നുള്ളതാണ്. ഭിന്നശേഷി മക്കൾക്ക് വേണ്ട എല്ലാ പിന്തുണാ സംവിധാനങ്ങളും ഉറപ്പായും നൽകാൻ സാധിക്കുന്ന, തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങളുള്ള ഹെൽത്ത് സെൻ്ററും ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളും തെറാപ്പി സൗകര്യങ്ങളും എല്ലാമുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും സമൂഹത്തിലെ എല്ലാ കർമ്മ മേഖലകളിലേക്കും ആത്മവിശ്വാസത്തോടെ കടന്നു വരുന്നതിനും നമ്മുടെ ഭിന്നശേഷി മക്കൾക്കും അവകാശമുണ്ട് എന്നുള്ള അവകാശാധിഷ്ഠിത സമീപനമാണ് RPWD ആക്ട് ഉയർത്തിപ്പിടിക്കുന്നത്. ആ ആക്ട് പ്രകാരമുള്ള, ആ ആക്ട് അനുശാസിക്കുന്ന എല്ലാ പരിരക്ഷകളും കേരളീയ സമൂഹത്തിലും ഭിന്നശേഷി മക്കൾക്ക് ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ്. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ് വകുപ്പിൻ്റെ മുദ്രാവാക്യം. ഇവിടെ ഇന്ന് വന്നു ചേർന്നിട്ടുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ശിശുദിനത്തിൻ്റെ ഭാഗമായുള്ള ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അമ്മമാരുടെ പ്രസ്ഥാനമാണ് ഇന്ന് ഈ നൈറ്റ് ലൈഫ് പരിപാടി ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. അവരെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ശിശുദിന ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യം. സീനിയർ വിഭാഗം നാടോടി നൃത്തം 1ാം സ്ഥാനം ദേവിക എൽ ബിജു. സീനിയർ വിഭാഗം നാടോടി നൃത്തം 2ാം സ്ഥാനം നിരഞ്ജന കൃഷ്ണ എൽ. കുട്ടികളെല്ലാം നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു മോൻ ഒന്ന് ഈ ഒരു വിളക്ക് കൊളുത്താനായിട്ട് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒരാൾ എൻ്റെ മുന്നിലോട്ട് വരിക. അമ്മമാരോടെ ഒന്ന് നിരഞ്ജന കൃഷ്ണ. അബിയെ ഒന്ന് കൊണ്ടുവന്നേ. അബി അമ്മയോ അല്ലെങ്കിൽ ആരെ കൂടെ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമോനെ കൂടെ ഒന്ന്. മാളവിക എം ആൻഡ് പാർട്ടി 1ാം സ്ഥാനം. ഉത്തര AR ആൻഡ് പാർട്ടി 1ാം സ്ഥാനം. സീനിയർ വിഭാഗം ദേശഭക്തി ഗാനം 2ാം സ്ഥാനം ദിയ AP ആൻഡ് പാർട്ടി. ഈ ഒരു ഉദ്ഘാടനം ഔപചാരികമായി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള അവാർഡ് വിതരണമാണ് നടക്കാൻ പോകുന്നത്. സീനിയർ വിഭാഗം 2ാം സ്ഥാനം ഹീന അഭിരാമി ഒരു മികച്ച മോട്ടിവേഷൻ സ്പീക്കറാണ്. അഭിരാമിക്കുള്ള അവാർഡാണ് ഇപ്പോൾ കിട്ടിയത്. ആർദ്ര SA നല്ലൊരു പാട്ടുകാരിയാണ്. ആർദ്ര അടുത്താണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹരികൃഷ്ണൻ നല്ലൊരു ചിത്രകാരനാണ്, ഗായകനും കൂടിയാണ്. അസീന കലാപ്രേം, ദേവിക RS, ഉപന്യാസ മത്സരം ജൂനിയർ വിഭാഗം അശ്വിൻ കൃഷ്ണ. 2ാം സ്ഥാനം ഗോപിക AJ. ഉപന്യാസ മത്സരം സീനിയർ വിഭാഗം 2ാം സ്ഥാനം അദിത ഫസീന ഷാ. സതീഷ് കോവളം ടൂറിസം. സതീഷ് കോവളം. വിശ്വനാഥൻ
ശ്രീമതി ടീച്ചറെ Dr. Jayashree. Dr. Jayashree. Vishwanathan. അടുത്തതായിട്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA വട്ടിയൂർക്കാവ് മണ്ഡലം. നമസ്കാരം. ഞാനെങ്കിലും ഒന്ന് സമാധാനമായിട്ട് വേദിയിലുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി ശ്രീലേഖ, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ ആർ ബിന്ദു, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, വേദിയിലുള്ള ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ, ശ്രീ ദിനേശ് പണിക്കർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ നൈറ്റ് ലൈഫ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർക്ക് ഇന്ന് ട്രെയിനിൽ തിരികെ നാട്ടിലേക്ക് മടങ്ങാനുള്ളത് കൊണ്ടാണ് അല്പം തിടുക്കത്തിൽ പോയത്. നമ്മുടെ ജവഹർ ബാലഭവന്റെ പരിപാടിയാണ് അപ്പുറത്ത് നടക്കുന്നത്. അപ്പൊ അവിടെ വരുന്നത് കൊണ്ട് ആ സമയമുണ്ടെങ്കിൽ നോക്കാമെന്ന് മാത്രമാണ് മിനിസ്റ്റർ പറഞ്ഞത്. എന്തായാലും ഇവിടെയും സംബന്ധിക്കാൻ വേണ്ടി തയ്യാറായി. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ നിരവധി പദ്ധതികൾ, വീൽ ചെയർ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മെഡിക്കൽ കിറ്റിന്റെ വിതരണം, CP ചെയറിന്റെ വിതരണം, മറ്റ് നിരവധി പദ്ധതികൾ നടക്കുകയാണ്. അത്തരം നല്ല പരിപാടികൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാടുണ്ടാകട്ടെ. കേരളത്തിലെ സർക്കാർ ഇത്തരം വിഭാഗത്തിലെ കുട്ടികൾക്ക് പരമാവധി സഹായം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ എത്രത്തോളം ഗവൺമെന്റ് പരിശ്രമിച്ചാലും പലയിടത്തും സഹായങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയാതെ വരും. പലവിധ കാരണങ്ങൾ കൊണ്ട്. ചിലപ്പോൾ ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികൾക്ക് രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല. ആ രേഖകൾ സമ്പാദിക്കുന്നതിന് വലിയ പ്രയാസം നേരിടും. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള കുട്ടികളെ കണ്ടെത്തി ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ സംഘടനകൾ കൂടി നടത്തിയാൽ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക. 2025 നമ്മുടെ കേരളം അതിദാരിദ്ര്യം ഇല്ലാത്ത വിശപ്പ് രഹിതമായിട്ടുള്ള നാടായി മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ വിചാരിച്ചാൽ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ തന്നെ 64,000 പേരുടെ പട്ടികയിൽ പകുതിയിൽ അധികം ആളുകൾക്ക് നമ്മൾ ആനുകൂല്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. നമ്മൾ കണ്ടത് രേഖകളില്ലാത്തവർക്ക് രേഖകൾ കൊടുത്ത് തന്നെ ആശ്വാസം കൊടുക്കാൻ കഴിയും. കാരണം നമ്മുടെ കയ്യിൽ ഒരു ആധാർ കാർഡോ ID കാർഡോ ബാങ്ക് പാസ്ബുക്കോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെൻഷൻ കിട്ടും. ഒരു BPL റേഷൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ റേഷൻ ഷോപ്പിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ കിട്ടും. സർക്കാരിന്റെ ആശുപത്രിയിൽ പോയാൽ സൗജന്യമായിട്ടുള്ള ചികിത്സ കിട്ടും. ഒരു ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പോലും ചികിത്സ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത്തരം അത്യന്താപേക്ഷിതമായ രേഖകൾ നൽകുക എന്നതുകൂടി നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നിതാന്തമായിട്ടുള്ള പരിചരണം ആവശ്യമുള്ള കുട്ടികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള പദ്ധതികൾ വരണം. അതിനാണ് ഗവൺമെന്റ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവരുടെ പദ്ധതി വിഹിതത്തിന്റെ 5% അല്ലേ കുഴപ്പമില്ല 5% തുക ഇത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിത വകയിരുത്തലാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ പല യോഗങ്ങളിലും രക്ഷകർത്താക്കളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മള് ജനപ്രതിനിധികളോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ നിശ്ചയിക്കുന്ന പദ്ധതികൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ചില നീഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അത്തരം കാര്യങ്ങൾക്ക് കൂടി ഉതകുന്ന നിലയിലേക്ക് പദ്ധതികൾ തയ്യാറാക്കാൻ നമുക്ക് കഴിയണം. എനിക്ക് തോന്നുന്നു ഈ ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ അത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നടത്തി ഈ തുക കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സ്കീമുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂടി സാധിച്ചാൽ തീർച്ചയായിട്ടും ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്കും അതിനകത്ത് ഇടപെട്ട് സർക്കാരിന്റെ സഹായം പരമാവധി വാങ്ങിത്തരുന്നതിന് സാധിക്കുമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. കുട്ടികളെ ഭാവി ദേശത്തിന്റെ പൗരന്മാരായി കണ്ട് അവരിലൂടെയാണ് ഈ നാട് വികസിക്കേണ്ടത് എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മഹാനായ ദേശീയ നേതാവാണത്. അദ്ദേഹത്തിന്റെ സ്മരണ എല്ലാ കാലത്തും നമുക്ക് കരുത്തു പകരുന്ന ഒന്നാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ദേശീയ നേതാക്കന്മാരുടെ പേരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പേര് മാറ്റിയാലും ചരിത്രം നീക്കിയാലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൃത്യമായിട്ടുള്ള ശേഷിപ്പായി മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഉണ്ടാകണം എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ പൊതുസമൂഹത്തിന് കൂടി ഉണ്ടാകേണ്ട ഒരു കാലയളവാണ് എന്നുകൂടി സന്ദർഭവശാൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നല്ല പരിപാടികൾക്ക് നേതൃത്വം നൽകിയ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്
ബാല്യദിനത്തിന്റെ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.